ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെവൻത് കോഡ്സിനെ കുറിച്ച് പഠിക്കാം. അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സെവൻത് കോഡ്സ് എങ്ങനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം എന്നൊന്ന് പഠിക്കാം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി എങ്ങനെ ഒരു മേജർ കോഡ് കണ്ടുപിടിക്കാം, എങ്ങനെ ഒരു മൈനർ കോഡ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം, അതുപോലെ മേജർ സ്കെയിലിലെ മൈനർ സ്കെയിലിലെ നോട്ട്സ്, അതിൻ്റെ മേജർ സ്കെയിലിൽ വരുന്ന കീസ് ഏതൊക്കെയാണെന്ന് ഓരോ സ്കെയിലിലെയും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അത് ആ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ തുടർന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് 3 പ്രധാനപ്പെട്ട സെവൻത് കോഡുകളെക്കുറിച്ചാണ്. ഒന്ന് മേജർ സെവൻത് എന്ന് പറയും, പിന്നെ ഡോമിനൻ്റ് സെവൻത് എന്ന് പറയും, പിന്നെ മൈനർ സെവൻത്. അങ്ങനെ പ്രധാനപ്പെട്ട 3 സെവൻത് കോഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതാണ്. ഒരു മേജർ സെവൻത്, ഉദാഹരണത്തിന് നമ്മൾ സി മേജർ സെവൻത് എന്ന് പറയാം. അപ്പോൾ ആ സി മേജർ സെവൻത് എഴുതുന്നത് CMAJ ഇട്ടിട്ട് അതിൻ്റെ കൂടെ 7 എന്നുള്ള ലെറ്റർ കൂടെ അതിനോട് ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സി മേജർ സെവൻത് എന്ന് വിളിക്കുക. അതെങ്ങനെ നമുക്ക് കീബോർഡിൽ പ്ലേ ചെയ്യാം എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം സി മേജറിൻ്റെ ആ കോഡ് തന്നെ പ്ലേ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കീബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. സി മേജറാണ് ഇപ്പോൾ നമ്മൾ അവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി ആ കോഡിൻ്റെ കൂടെ ഈ സി മേജറിൻ്റെ സ്കെയിലിലെ 7ാമത്തെ നോട്ട് കൂടി ആഡ് ചെയ്താൽ അത് സി മേജർ സെവൻത് ആകും. അത്രയും സിമ്പിളാണ് കാര്യം. ഇത് കണ്ടോ, ഇതാണ്. അതായത് നമുക്ക് സിയിൽ നിന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ആ സ്കെയിലിൽ വരുന്ന കീസിനെ ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7. അപ്പോൾ ഇതാണ് 7ാമത്തെ നോട്ട്. അപ്പോൾ നമുക്കറിയാം കോഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ആ വീഡിയോ അനുസരിച്ചാണെങ്കിൽ നമ്മൾ സി മേജറിൻ്റെ കോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഈ 7ാമത്തെ നോട്ട് കൂടെ 7th നോട്ട് കൂടെ നമ്മൾ ആ കൂടെ ആഡ് ചെയ്യുന്നു. അതിനെയാണ് സി മേജർ സെവൻത് എന്ന് നമ്മൾ പറയുക, ഈ 4 കീസ് വരുന്നതിന്. അപ്പോൾ അതുപോലെ ഏതൊരു കോഡിൻ്റെയും കേട്ടോ, ഏതൊരു മേജർ സ്കെയിലിൻ്റെയും 7ാമത്തെ നോട്ട് അതിൻ്റെ മേജർ കോഡിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മളതിൻ്റെ മേജർ സെവൻത് എന്ന് പറയുക. ഇനി ഡോമിനൻ്റ് സെവൻത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് സി എഴുതിയിട്ട് വെറുതെ 7 എന്ന് മാത്രം എഴുതിയിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോമിനൻ്റ് സെവൻത് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മളതിനെ വായിക്കുന്നത് സി സെവൻത് എന്നാണ്. അത് ഡോമിനൻ്റ് സെവൻത് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ പ്ലേ ചെയ്യാം? അത് നമ്മൾ സി മേജർ തന്നെ കൊടുക്കുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ആ 7th നോട്ട് ഉണ്ടല്ലോ, നമ്മൾ ഈ സി മേജർ സെവൻത്തിൻ്റെ കൂടെ നമ്മൾ പിടിച്ച ആ 7th നോട്ട് ഉണ്ടല്ലോ, അതിനെ നമ്മളൊരു ഹാഫ് സ്റ്റെപ്പ് അതിനെ ഫ്ലാറ്റൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു കീ ബാക്കിലേക്ക് ഇറക്കി പിടിക്കുന്നു. അങ്ങനെ എന്ന് പറയുമ്പോൾ ഈ കീയുടെ ഒരു കീ ബാക്കിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു ഹാഫ് സ്റ്റെപ്പ് ഫ്ലാറ്റൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടേക്ക് വരും. ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സി സെവൻത്ത് അല്ലെങ്കിൽ സി ഡോമിനൻ്റ് സെവൻത്ത് ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു മേജർ സെവൻത്തും ഒരു ഡോമിനൻ്റ് സെവൻത്തും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒരു മൈനർ സ്കെയിലാണെങ്കിൽ നമ്മൾ മേജർ സെവൻത്ത് ചെയ്തതുപോലെ തന്നെ മൈനർ സ്കെയിലിലുള്ള 7th നോട്ട് ഏതാണെന്ന് നോക്കുക. ആ നോട്ട് ആ മൈനർ കോഡിനോടൊപ്പം ആഡ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഇതാണ് സി മൈനർ കോഡ് എന്ന് നമുക്കറിയാം. ഈ സി മൈനറിനോടൊപ്പം അതിൻ്റെ 7th നോട്ട് ഏതാണെന്ന് നോക്കുക. അത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 ഉണ്ടോ, ഇതാണ് 7th നോട്ട്. അപ്പോൾ സി മൈനറിനോടൊപ്പം അതിൻ്റെ 7th നോട്ട് കൂടി നമ്മൾ ആഡ് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്നത് സി മൈനർ സെവൻത്ത്. ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സി മേജർ സെവൻത്ത് പഠിച്ചു, സി ഡോമിനൻ്റ് സെവൻത്ത് അല്ലെങ്കിൽ സി സെവൻത്ത് പഠിച്ചു, സി മൈനർ സെവൻത്ത് പഠിച്ചു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കോഡ്സ് കാണുമ്പോൾ, പാട്ടുകളിലൊക്കെ ഈ കോഡ്സ് കാണുമ്പോൾ ഇതൊന്ന് വായിക്കാൻ കൂടെ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇത് കേൾക്കാൻ.